Hello everyone, welcome back to my YouTube channel and a new video. Today we'll be discussing the short story Yellow is the Color of Longing by K.R. Meera. It comes under MAS4 Kerala Culture and Literature paper. So, Yellow is the Color of Longing is the translation of the story Mohamanya by K.R. Meera. K.R. Meera is an emerging writer in Malayalam who voices for the suppressed females and their undeniable social space. The awards received in the field of literature acknowledges her writing talent in the 21st century. Most of her writings, including this short story, are translated into English by J. Devika, a leading translator from Malayalam. So here the color yellow referred in the title gets repeated many times in the story and it represents different shades of meaning. ഇപ്പോൾ യെല്ലോ കളർ എന്നാണെങ്കിൽ നമ്മുടെ ഒരു മലയാളി കൾച്ചറിൽ അല്ലെങ്കിൽ കേരള കൾച്ചറിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരുന്ന ഒരു പിക്ചർ നമ്മുടെ കണിക്കൊന്നയാണ്. വിഷുദിനത്തിൽ നമ്മൾ കണിക്കൊന്ന ഒരുക്കുന്നതും ആ ഒരു മഞ്ഞപ്പുടവയും അതൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിംബലിസം എന്താണ്? മഞ്ഞ കളർ എന്ന് പറയുന്നത് ഒരു പ്രോസ്പെറിറ്റി, ഹാപ്പിനെസ്, അങ്ങനത്തെ ഒരു ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് കേരള കൾച്ചറിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ നമ്മൾ അത് അസോസിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം മഞ്ഞപ്പത്രം അല്ലെങ്കിൽ ഗോസിപ്പ് കോളംസ് എന്നൊരു കാര്യവും നമുക്കറിയാം. പലപ്പോഴും ഈ സെലിബ്രിറ്റീസിൻ്റെ ഗോസിപ്സും റൂമേഴ്സും എല്ലാം തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട്, ഓപ്പൺലി വിമർശിക്കാറുണ്ട്, ട്രോൾ ചെയ്യാറുണ്ട്. പക്ഷെ അതേസമയം നമുക്ക് ഇതേ സെലിബ്രിറ്റീസിൻ്റെ ഈ റൂമേഴ്സ് എല്ലാം വായിക്കാൻ ഇഷ്ടമാണ്. നമ്മൾ ഒരുപാടധികം അത് സെർച്ച് ചെയ്യാറുണ്ട്. അതൊക്കെ ഈ മഞ്ഞപ്പത്രത്തിലാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് മഞ്ഞ കളറിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദിസ് sort of a desire. So in this short story the second meaning takes place. ഈ ഒരു യെല്ലോ ഇസ് ദ കളർ ഓഫ് ലോങ്ങിങ് എന്നൊരു ഷോർട്ട് സ്റ്റോറിയിൽ യെല്ലോ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രോസ്പെറിറ്റിയോ ഓസ്പിഷ്യസ്നെസ്സോ ഹാപ്പിനെസ്സോ അല്ല, പക്ഷേ ഡിസയർ, ഡിസീസ്, ലോങ്ങിങ്, റിപ്രസ്ഡ് ഡിസയേഴ്സ്, ലസ്റ്റ് ആൻഡ് ഈവൻ അറ്റ് വൺ ടൈം ഇറ്റ് ഫോംസ് ദ കളർ ഓഫ് ഡെത്ത്. ഓക്കെ, അതാണ് യെല്ലോവിൻ്റെ സിഗ്നിഫിക്കൻസ്. അത് ഒരുപാട് പ്രാവശ്യം ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ആ ഒരു യെല്ലോ എന്നൊരു കളർ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി സമ്മറിയിലേക്ക് വരികയാണെങ്കിൽ ഇതിലെ രണ്ട് കഥാപാത്രങ്ങൾ ഒരു സ്ത്രീയും പുരുഷനുമാണ്. അവർ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ശരിക്കും അവർക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ല, ഇറ്റ്സ് മോർ ഓഫ് ലസ്റ്റ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അങ്ങനത്തെ ഒരു ഡിസയർ അവർക്ക് തോന്നുന്നുണ്ട്. കഥയിലെ സ്ത്രീയാണെങ്കിൽ ഒരു ഡിവോഴ്സിയാണ്, രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അവർക്ക് മഞ്ഞപ്പിത്തമാണ്, ജോണ്ടിസ് ആണ്. അവർ അതിൻ്റെ ചികിത്സയ്ക്കാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞപ്പിത്തം ഉള്ളതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ചുറ്റും ഒരു മഞ്ഞപ്പോടെയാണ് അവർ എല്ലാം കാണുന്നത്. ഈ പുരുഷനാണെങ്കിലും മാരീഡാണ്, രണ്ട് കുട്ടികളുടെ അച്ഛനാണ്. ഇയാൾക്കൊരു വൈറൽ ഫീവറാണ്, ഒരു വൈറസിൻ്റെ ഒരു അതിൻ്റെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്. ഇയാൾക്ക് പക്ഷേ എല്ലാം ഒരു ഗ്രേറ്റ് ടിഞ്ചോടെയാണ് ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്. ഇവരുടെ ഒക്കുപ്പേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും സ്ത്രീ ഒരു LIC ഏജൻ്റാണ്, പുരുഷനൊരു ടീച്ചറാണ്. ഓക്കെ, സോ ഇറ്റ് ആക്ച്വലി ബ്രേക്സ് ദി സ്റ്റീരിയോടിപ്പിക്കൽ ഒക്കുപ്പേഷണൽ ഇമേജസ്. യൂഷ്വലി വി അസോസിയേറ്റ് ദി ഫെമിനിൻ വിത്ത് ദ ടീച്ചർ. ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഫെമിനിൻ ജോബാണ് എന്നാണ് നമ്മൾ പൊതുവേ ഉള്ളൊരു സ്റ്റീരിയോ ടൈപ്പാണത്. പെട്ടെന്ന് ടീച്ചർ എന്ന് പറയുമ്പോഴും നമ്മൾക്ക് പെട്ടെന്നൊരു നമ്മുടെ ഒരു ഫീമെയിൽ ടീച്ചറാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ജെൻഡർ റോൾസും അല്ലെങ്കിൽ ആ ഒരു ജോബ് റോൾസ് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പുരുഷ കഥാപാത്രമാണ് ടീച്ചറായിട്ട് വരുന്നത്, സ്ത്രീ കഥാപാത്രമാണ് LIC ഏജൻറ്റ്. സോ ദാറ്റ് ഈസ് ഹൗ ദി ഓദർ ബ്രേക്സ് ദി സ്റ്റീരിയോടിപ്പിക്കൽ ഒക്കുപ്പേഷണൽ ഇമേജ്. ഇവർ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് വാർഡിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലസ്റ്റ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. കാരണം എന്താണ്? റൈറ്റർ ഉപയോഗിക്കുന്ന വാക്കും ഇറ്റ്സ് നോട്ട് അട്രാക്ഷൻ, ഷീ യൂസസ് ദ വേർഡ് ഇൻഫെക്റ്റഡ്. ഇവർക്ക് പരസ്പരം ഒരു ഐഡിയ ഇല്ല ആരാണെന്നുള്ളത്, പേര് പോലും അറിയത്തില്ല, പരസ്പരം ഒട്ടും പരിചയമില്ല. മാത്രമല്ല അവർക്ക് തോന്നുന്നൊരു ഡിസയറും കാര്യങ്ങളും പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മുടെ ഒരു ടിപ്പിക്കൽ ലവ് സ്റ്റോറി അല്ല. ഇവർ ടീനേജേഴ്സ് അല്ല, ഇവരത്ര ചെറുപ്പമല്ല, ഇവരെല്ലാം ഒരു മിഡിൽ ഏജിൽ വരുന്ന ആ ഒരു കഥാപാത്രങ്ങളാണ്. ഐ തിങ്ക് ഷീ ഈസ് മിഡിൽ ഏജ് വുമൺ ഓഫ് 35.
ഹീ ഈസ് 45. ആ ഒരു മിഡിൽ ഏജ് കാറ്റഗറിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് നോട്ട് ലവ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് ഫിസിക്കൽ ഡിസയർ. ആൻഡ് അവർക്ക് സ്വന്തമായിട്ടൊരു ഒക്കുപ്പേഷൻ ഉണ്ട്, ജോലിയുണ്ട്, ഫാമിലി ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് ദ ടിപ്പിക്കൽ ലവ് സ്റ്റോറി ദാറ്റ് യു യൂഷ്വലി റീഡ്. And the writer asks the reader not to judge the characters, rather question yourself. Many a time when Meera tries to portray the woman or the man who gets redden with love, it so happens that the shade of yellow, a paleness, creeps in. The man, when the story ends, is infected with the yellow fever and dies. Thus, the color stands for both disease or physical weakness and death. The same color, yellow, that represented the disease in her or the death in him, stands for her longing and repressed feelings that find expression in the color as she gets attracted to the man. കഥയിൽ അവർ കണ്ടുമുട്ടി ആ ഒരു ഫിസിക്കൽ ഡിസയറൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കൂടുതൽ പരിചയപ്പെടുന്നുണ്ട്. അതിനുശേഷം ചികിത്സയൊക്കെ ആ ഒരു ദിവസത്തെ ആ ഒരു കൺസൾട്ടേഷന് ശേഷം അവർ ഒരുമിച്ച് ചായ കുടിക്കാൻ പോകുന്നുണ്ട്, സിനിമയ്ക്ക് പോകുന്നുണ്ട്. അവസാനം അവർ ലോഡ്ജിൽ റൂം എടുത്ത് ആ ഒരു നിമിഷത്തേക്ക്, ആ ഒരു ദിവസം ദേ ഹാവ് എ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം ഇവർ പത്രത്തിലൊരു ഒബിച്വറി കോളത്തിൽ ഇയാളുടെ പടവും പേരും കാണുകയാണ്. കാരണം ഇയാൾക്ക് ഓൾറെഡി ആ ഒരു വൈറൽ ഫീവർ ഉണ്ടായിരുന്നതാണ്. ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലൂടെ തന്നെ ഇവർക്കുണ്ടായിരുന്ന ജോണ്ടിസും കൂടി ഇയാൾക്ക് ബാധിക്കുകയാണ്. അങ്ങനെ ഇയാൾ കുറച്ച് ദിവസത്തിന് ശേഷം മരണപ്പെടുകയാണ്. ആ ഒരു വാർത്ത ഇവർ അറിയുന്നതും ആ ഒരു മരണ വാർത്തയുടെ കോളം എടുത്ത് നോക്കുമ്പോൾ ഇയാളുടെ ആ ഒരു പടം കാണുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ യെല്ലോ എന്ന് പറയുന്നത് കൂടുതലും ആ ഒരു ഡെത്തിനെ സിഗ്നിഫൈ ചെയ്യുന്നത്. The life of the common man is always directed by the moral society of Kerala. In order to get accepted in the society, both the divorced woman and the man has to suppress a lot of desire and the true feelings. It is true that the conventional morality code exists in society, gives an order to life, but the characters in the plot are questioned by the conventional moral society and is isolated from normal life as they were isolated literally in the hospital because of certain virus. Throughout the story, the woman longs to have the life what the society wanted her to live. Every moment she looks at the man, she remembers her husband and compares. Everything that belongs to him attracted her, that reminded of her husband, were all yellow. This represents her inner longing to lead a happy life with a husband and child, but a divorced woman in society has to suppress all her desires, both physical and mental. Longing in her is represented through the color yellow, which she loves. When she hated the yellowness of the virus, the yellow color attracted her to him. However, the life that cannot express his true feelings ceased to exist. അപ്പോൾ നമ്മളിനി സമ്മറി പറഞ്ഞു. ഇനി അടുത്ത് നമ്മളൊരു അനാലിസിസിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ 2 മൊറാലിറ്റിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് കൺവെൻഷണൽ മൊറാലിറ്റി. അതെന്താണ്? സൊസൈറ്റി വെക്കുന്ന സ്റ്റാൻഡേർഡ്സ്, അതനുസരിച്ച് തന്നെ ഒരു ഇൻഡിവിജ്വൽ ജീവിക്കണമെന്ന് സൊസൈറ്റി തന്നെ നിർബന്ധം പിടിക്കുന്നു. അതാണ് കൺവെൻഷണൽ മൊറാലിറ്റി. കാരണം ഈ കഥയിലെ സ്ത്രീയെ എടുത്ത് നോക്കുമ്പോഴും അവർ ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ അവർക്കുള്ളിലൊരു ആഗ്രഹമുണ്ട്, സൊസൈറ്റി പറയുന്ന പോലെ തന്നെ നല്ലൊരു ഫാമിലി, നല്ലൊരു ഹസ്ബൻഡിൻ്റെ കൂടെ, കുട്ടിയുടെ കൂടെ ജീവിക്കണം, താമസിക്കണം, സന്തോഷമായിട്ട് തന്നെ ഇരിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവർ ഡിവോഴ്സ്ഡ് ആണ്. അവർക്ക് പുതിയൊരു ജീവിതം വീണ്ടും തുടങ്ങണം, രണ്ടാമതൊരു ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അന്ന് തുണിയാണെങ്കിൽ സൊസൈറ്റി ഉടനെ ജഡ്ജ് ചെയ്യും. അങ്ങനത്തെ ആ ഒരു കൺവെൻഷണൽ മൊറാലിറ്റിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കാരണം ഈ ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ വാർഡിൽ വെച്ച് കണ്ട് ഈ ഒരു ആളുമായിട്ട് ഇഷ്ടം തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊരു ഡിസയർ തോന്നുമ്പോൾ പോലും അവർക്കറിയാം അത് പബ്ലിക്കലി പറയാൻ പറ്റത്തില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ഡിസയേഴ്സോ അവരുടെ ഫീലിങ്സോ. കാരണം സമൂഹം ജഡ്ജ് ചെയ്യും. അവർ ഇഷ്ടപ്പെടുന്നത് ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു ആളെയാണ്, മറ്റൊരു കുട്ടികളുടെ അച്ഛനെയാണ്, ഇത് തെറ്റാണ്, ഇത് പാപമാണെന്നുള്ള രീതിയിൽ സമൂഹം ജഡ്ജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കൺവെൻഷണൽ മൊറാലിറ്റി ബ്രേക്ക് ചെയ്യാൻ ഇവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് റിഫ്ലക്റ്റീവ് മൊറാലിറ്റി. അത്
എന്താണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു പെർസ്പെക്റ്റീവാണ്. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു പെർസ്പെക്റ്റീവിനെയാണ് റിഫ്ലക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയുന്നത്. സോ വിൽ റീഡ് ദാറ്റ്. Along with the conventional morality exists reflective morality. When conventional morality asks for the acceptance of the societal norms to preserve the social order, reflective morality depends on the individual's perception of what is right and wrong. In this story, the characters could hardly suppress their feelings for each other. Unlike the romanticized or idealized portrayals of love, the carnal desires, the lust, the unending longing for flesh exhibited by the characters is depicted along with its absurdity. അപ്പോൾ റിഫ്ലക്റ്റീവ് മൊറാലിറ്റി എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, നമുക്ക് ഉള്ളിൽ തോന്നുന്ന തെറ്റാണോ ശരിയാണോ എന്നുള്ളൊരു പെർസെപ്ഷൻ. അപ്പോൾ ഇവിടെ തന്നെ എന്താണ് അവർക്ക് ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും തോന്നുന്ന ആ ഒരു ഡിസയർ, അത് തന്നെയാണ് ഇവിടുത്തെ ഒരു റിഫ്ലക്റ്റീവ് മൊറാലിറ്റി. കാരണം ആ തോന്നുന്ന ഒരു ഡിസയർ അത് തോന്നിക്കൂടാന്നല്ല, പക്ഷെ അത് ശരിയാണോ തെറ്റാണോ, അതിൽ ആക്ട് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് റിഫ്ലക്റ്റീവ് മൊറാലിറ്റി. മാത്രമല്ല ഇവിടെ സാധാരണ നമ്മൾ മൂവീസിലും സീരിയൽസിലും സ്റ്റോറീസിലെല്ലാം കാണുന്നപ്പോൾ ഒരു ഐഡിയലൈസ്ഡ് ആയിട്ടുള്ളൊരു റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടുള്ളൊരു ലസ്റ്റ് അല്ല നമ്മൾ കാണുന്നത്. ഇവിടെ അതിൻ്റെ എല്ലാ അബ്സേർഡിറ്റിയോടും കൂടിയിട്ടുള്ളൊരു ലസ്റ്റ് തന്നെയാണ് ഓഥർ കാണിക്കുന്നത്. എന്താണ് അബ്സേർഡിറ്റി? അവർ ഹോസ്പിറ്റലിലാണ് മീറ്റ് ചെയ്യുന്നത്. അവർക്ക് രണ്ടുപേർക്കും പകർച്ചവ്യാധികളാണുള്ളത്. അവരത്രയ്ക്ക് ഫിസിക്കലി അട്രാക്റ്റീവ് അല്ല. എന്നാൽ പോലും അവർക്ക് ആ ഒരു ഡിസയേഴ്സ് അവരുടെ ഉള്ളിലുണ്ടാകുന്നു. അതവർ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നു. പകർച്ചവ്യാധി ആണ് എന്ന് അറിഞ്ഞിട്ട് കൂടി അവർ ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതാണ് അവിടുത്തെ ഒരു അബ്സേർഡിറ്റി എന്ന് പറയുന്നത്. സോ അവിടെ കാണിക്കുന്നത് ആ ഒരു കാർണൽ ഡിസയറാണ്, എത്രമാത്രം ആ ഒരു ഫിസിക്കൽ ഡിസയർ സ്ട്രോങ് ആണ് എന്നുള്ളൊരു കാര്യമാണ് ഓഥർ അവിടെ പറയുന്നത്. The absurdity of desire is depicted by using a background of hospital to love each other who are infected with severe diseases. It was even more absurd as they were not attractive physically and their body had strong mark of the struggle they are going through, but have the strong desire for body. The strong desire for body is evident in the description of each body part, including his nails or his eyebrows. The man was doubtful about his expression of love, especially in theatre and lodge. He was afraid of the society, but the desire in him was more powerful. It was so powerful that he submitted himself to it. Thus, yellow stands for the strong desire for physical body, lust. The writer says that even if the society tries hard to force the conventional notion of love and calls the other absurd or unacceptable, the love that is perennial will find its way. So, as a conclusion, we can say that K.R. Meera uses everyday settings and people and creates an extraordinary effect. In this story, from the perspective of conventional morality, the relationship between the man and the woman is illicit and immoral. But from the perspective of reflective morality, the love presented here is perennial. It can happen anywhere and in any circumstance. The story brings out the absurdity of desire, and the man who appeared grey in color was doubtful about his desires or feelings, and he could not take his stance, dies in the end. The woman, however, was able to reflect herself, breaking the societal norms, and therefore was free from her disease. Thus, the same yellow jaundice that caused the physical illness in woman and the death of the man is attributed to desire and longing too. The desire when killed the man, the longing in woman gave her new life to live forward. ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് അത് തന്നെയാണ് പറയാൻ പറ്റുന്നത്. കാരണം എന്താണ്, കൺവെൻഷണൽ മൊറാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് തെറ്റാണ്. ഇങ്ങനത്തെ രീതിയിലുള്ളൊരു അഫെയർ അത് സമൂഹം അംഗീകരിക്കത്തില്ല. സമൂഹം വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് തീർത്തും തെറ്റായിട്ട് തോന്നും. പക്ഷേ റിഫ്ലക്റ്റീവ് മൊറാലിറ്റി വെച്ച് നോക്കുമ്പോൾ അവർക്ക് അങ്ങോട്ട് തോന്നിയ ആ ഒരു ഇഷ്ടം, കൂടെ തന്നെ ആ ഒരു കൂടെ തന്നെ നിന്നതും ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തതെന്ന് വെച്ച് നോക്കുമ്പോൾ അവർക്ക് തോന്നിയൊരു ഇഷ്ടം നമുക്ക് അത്രയ്ക്ക് തെറ്റായിട്ട് തോന്നില്ല റിഫ്ലക്റ്റീവ് മൊറാലിറ്റി വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ രണ്ട് സർക്കംസ്റ്റാൻസസും ഓഥർ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ലസ്റ്റിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഓഥർ പറയുന്നത്. അത് ഒട്ടും റൊമാൻറ്റിസൈസ് ചെയ്തിട്ടില്ല, ഐഡലൈസ് ചെയ്തിട്ടില്ല. അത് അതിൻ്റേത് എല്ലാ അബ്സേർഡിറ്റിയോടും കൂടിയാണ് ഓഥർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്.
മാത്രമല്ല ഇതിൻ്റെ മോറൽ എന്ന് പറയുന്നത് ആ ഒരു പുരുഷന് തൻ്റെ സ്റ്റാൻസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ഇയാൾക്ക് പേടിയായിരുന്നു സമൂഹം കണ്ടുപിടിച്ചാൽ എന്ത് പറ്റും, അല്ലെങ്കിൽ എന്താണ് ഇയാളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം പുറത്തറിഞ്ഞാൽ, ഇങ്ങനൊരു റിലേഷൻഷിപ്പ് പുറത്തറിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആൾക്കാർ എന്ത് പറയും, സൊസൈറ്റി എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി ഇയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ മരണപ്പെട്ടതും അവസാനം. പക്ഷെ ആ ഒരു സ്ത്രീക്ക് അവർ അത്രയും നാൾ ആഗ്രഹിച്ച ഒരു ഡിസയർ അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. ഒരു മീഡിയം ആയിരുന്നു ഇയാൾ. അപ്പോൾ അവർക്ക് ഒരു രീതിയിൽ സൊസൈറ്റിയിൽ നോംസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് കഥയുടെ അവസാനം ആ ഒരു മഞ്ഞപ്പിത്തം മാറി അവർ വീണ്ടും ഹെൽത്തി ആയി വരുന്നത്. ഒരു പക്ഷെ ഈ ഒരു പുരുഷ കഥാപാത്രത്തിന് ആ ഒരു സ്റ്റാൻസ് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഡിസയേഴ്സ് എക്സ്പ്രസ് ചെയ്യാനോ ഉള്ളൊരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, എപ്പോഴും സമൂഹം എന്ത് ചെയ്യുന്നു, സമൂഹം എന്ത് ചിന്തിക്കും എന്നുള്ളൊരു പേടിയിൽ കഴിഞ്ഞത് കൊണ്ടായിരിക്കാം ഇയാൾ മരിച്ചു പോയത്. അങ്ങനൊരു പെർസ്പെക്റ്റീവ് നമുക്ക് എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് യെല്ലോയുടെ സിഗ്നിഫിക്കൻസ് ഇവിടെ ഈ ഒരു ഡെത്തും ലോങ്ങിങ്ങും ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. So that's the end of the story. I hope this analysis was understandable. If yes, do like the video and you can share your perspective as well. I'll see you in the next video. Till then, take care. Thank you.